രൗദ്രതാണ്ഡവം. രചനാവതരണം നന്ദു അച്ചു കൃഷ്ണ. കയ്യിലിരിക്കുന്ന ഫോണ് റിങ് ചെയ്യാൻ തുടങ്ങിയിട്ട് 3-4 തവണയായി. ഓരോ തവണയും അത് സൈലന്റ് മോഡിൽ ഇരിക്കുന്ന ഫോണിന്റെ ലൈറ്റ് കത്തുമ്പോൾ അതിൽ കാണുന്ന പേര് വംശിയിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ കാണാൻ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. 4 തവണ പൂർണ്ണമായി റിങ് ചെയ്ത് തീർത്ത ഫോണിൽ 5-ാമത് കോൾ വന്നതും വംശി ഇയർപോഡ് ചെവിയിലേക്ക് വെച്ചുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്നവളെ ഒന്നുകൂടി നോക്കി. പുതപ്പ് നല്ലോണം വലിച്ചിട്ട് കൊടുത്തുകൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി നേരെ ബാൽക്കണിയിലാണ് ചെന്നിരുന്നത്. വംശി മുറിയിൽ നിന്ന് ഇറങ്ങുന്ന കണ്ട് എന്തോ ചോദിക്കാൻ വന്ന അഗ്നിയോട് ചെവിയിൽ കൈതട്ടി കാണിച്ചതും പറയാൻ വന്നത് അങ്ങനെ വിഴുങ്ങി അഗ്നി അവനെ ഒന്ന് നോക്കി. അവന്റെ മുഖത്തെ ആ പുഞ്ചിരി. അഗ്നിയിൽ എന്തൊക്കെയോ സംശയങ്ങൾ ഉരുണ്ടുകൂടി. ഫോൺ എടുത്തു കഴിഞ്ഞാൽ സംസാരിക്കാൻ നിനക്കറിയില്ലേ? എന്നോട് സംസാരിക്കേണ്ടവർ ഇങ്ങോട്ട് വേണം സംസാരിക്കാൻ. ഇങ്ങോട്ട് ചോദിച്ചാലും അധികം ഗൗരവത്തോടെ മറുപടി പറഞ്ഞവൻ ബാൽക്കണിയിലെ കസേരയിലേക്ക് പോയിരുന്നു. ഇന്ന് മൃണാളിനി അസോസിയേറ്റ്സുമായിട്ട് ഡീല് ചെയ്യുന്ന ദിവസമായിട്ടും നീ കമ്പനിയിലില്ലല്ലോ. ഗാംഭീര്യത്തിനൊപ്പം അഹങ്കാരവും ഓരോ വാക്കിലും നിറഞ്ഞു തുളുമ്പി. ഞാൻ സൈൻ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ കമ്പനിയിൽ ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ അതൊന്നും വൈകുണ്ഠം സിഇഒയെ സംബന്ധിക്കുന്ന കാര്യമല്ല. അവന് പിന്നാലെ ചെന്ന അഗ്നി കേൾക്കുന്നത് ഇതാണ്. വൈകുണ്ഠം സിഇഒ എന്ന് പറഞ്ഞാൽ പരമേശ്വര മേനോൻ, മീൻസ് സ്വന്തം തന്ത. ഓ, അങ്ങർക്കിട്ട് പണി കൊടുക്കാനാണോ പൊന്നുമോൻ ചിരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങിയത്? ആ, കണ്ടിന്യൂ. ഇടയ്ക്കിനി അല്പം പോലും ശ്രദ്ധ മാറി നീ കൊടുക്കുന്നതിന്റെ ആ ഡോസ് കുറയണ്ട. ആത്മകഥം പോലെ മനസ്സിലെ സന്തോഷമായി അവനെ ഇത്തിരി പോലും ശല്യം ചെയ്യാതെ അഗ്നി തിരിഞ്ഞു നടന്നു. നീ ഇത് ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ? അല്പം പോലും ബഹുമാനം തരാതെയുള്ള വംശിയുടെ സംസാരം കേൾക്കെ പരമേശ്വര മേനോന് ദേഷ്യം സഹിക്കുന്നുണ്ടായിരുന്നില്ല. വൈകുണ്ഠം ഗ്രൂപ്പിന്റെ സിഇഒയ്ക്ക് ഇത്രയൊക്കെ ബഹുമാനം മതി. വംശി! പുച്ഛ നിറഞ്ഞ അവന്റെ സംസാരം കേട്ടതും അയാൾ വിറഞ്ഞു തുള്ളി. നീ സംസാരിക്കുമ്പോൾ ഞാൻ നിന്റെ അച്ഛനാണെന്ന് നീ മറക്കണ്ട. പരമേശ്വരന് തന്നോടുള്ള അവന്റെ ആ പെരുമാറ്റം സഹിക്കാൻ കഴിയുന്നതിന് മുകളിലായിരുന്നു. ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതൊക്കെ മറക്കാനാണ് എനിക്ക് താല്പര്യം. വളരെ സാധാരണ പോലെ പറയുന്ന കേട്ടതും അയാൾ ഞെരിപിരി കൊണ്ടെഴുന്നേറ്റ് ക്യാബിനിൽ നിന്നും പുറത്തേക്ക് നടന്നു. ഇപ്പോഴും വൈകുണ്ഠം അസോസിയേറ്റ്സ് എന്റെ പേരിൽ തന്നെയാണെന്ന് നീ മനഃപൂർവ്വം മറക്കുവാണോടാ? ഞാനൊന്നും മറക്കാറില്ല, പൊറുക്കാറും. കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലാത്ത പോലെ അവൻ ഫോൺ കട്ട് ചെയ്തു. ഉടനെ തന്നെ അവന്റെ ഫോണിൽ നിന്നും ഒരു കോള് മറ്റൊരു നമ്പറിലേക്ക് പോവുകയും ചെയ്തു. ഓൾ സെറ്റ്? യെസ് സർ. ഗുഡ്. വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് ഓർഡർ. ഹാ, ഹി ഈസ് പ്ലാനിങ് സംതിങ് ടു ബിഗ് പാർത്ഥ. അല്പം മാറി അവനെ നോക്കി നിന്ന അഗ്നി ഫോൺ കയ്യിലെടുത്ത് പാർത്ഥന്റെ ഫോണിലേക്ക് അങ്ങനെ ഒരു മെസ്സേജ് അയച്ചതിനു ശേഷം തിരികെ ആ ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടു. നീ ഇനി ജോലിക്ക് പോകുന്നില്ലേ? അകത്തേക്ക് കയറി ഫ്രിഡ്ജ് തുറന്ന് ഒരാപ്പിൾ കയ്യിലെടുത്ത് അഗ്നി ചോദിച്ചതും അവന്റെ ആ ചോദ്യം ഇഷ്ടപ്പെടാത്ത പോലെ ഉത്തര അവനെ നോക്കി. ഉത്തര, അതാ എന്റെ പേര്. ഐ നോ. തനിക്കറിയാവുന്ന കാര്യം ഇവളെന്തിനെ പിന്നെയും പറയുന്നേ എന്ന സംശയത്തിൽ അവൻ ഗ്യാസ് ടേബിളിലേക്ക് ചാരി നിന്നു. ഈ മരങ്ങോടനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഏതാണ്ട് വീട്ടിലിരിക്കുന്ന ഭാര്യയോട് പറയും പോലെ എടി പൊടി നീയൊന്നൊക്കെ വിളിക്കുന്നത്. നോക്കിക്കോ, ഒരു ദിവസം ഇങ്ങർക്ക് ഞാൻ എന്തെങ്കിലും കലക്കി കൊടുക്കും. അങ്ങേരുടെ ഒരു കോഫി. ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് കോഫി മാക്കിലേക്ക് അത് ഒഴിച്ചതും അവളെ തൊട്ടു തൊട്ടില്ലെന്ന രീതിയിൽ തൊട്ടു പിന്നിൽ നിൽക്കുന്ന അഗ്നിയെ കണ്ട് ഉത്തരം ഞെട്ടിപ്പോയി. കുറച്ചു മുന്നേ മുറിയിലിരുന്നവളെ ഡോറ് തട്ടി വിളിച്ച് ഒരു കോഫി വേണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അടുക്കളയിലേക്ക് വിട്ടതായിരുന്നു അഗ്നി. ഒന്നാമത് ആ ദേഷ്യത്തിലാണ് അടുക്കളയിലേക്ക് വന്നത് തന്നെ. അതിന്റെ കൂടെ അവന്റെ ഈ നീവിളി കൂടി ആയപ്പോൾ അറിയാതെ ദേഷ്യം പുറത്തേക്ക് വന്നുപോയി. അതിപ്പോൾ വീണു പോകാതെ തൊട്ടു പിന്നിൽ നിന്നവൻ കേട്ടുവെന്ന് ഈ മുഖം കണ്ടാൽ തന്നെ അറിയാം. തൊണ്ടയാകെ വരണ്ട് ഉമിനീർ ഇറക്കാൻ പോലും പാടുപെട്ടുകൊണ്ട് ഉത്തര അവനെ ദയനീയമായി നോക്കി. ഞാൻ നീയെന്നൊന്ന് വിളിച്ചതിനാണോ നിന്റെ പേര് നീ ഈ മൈക്ക് വെച്ചുപോലെ എന്നോട് ഉറക്കം വിളിച്ചു പറഞ്ഞത്? കയ്യും കെട്ടി നിന്നുള്ള ആ ചോദ്യത്തിൽ അവൾ ഞെട്ടിപ്പോയി. എങ്കിലും ആ നിമിഷം അവന്റെ മുന്നിൽ തോറ്റുപോയാൽ ഇനി അങ്ങോട്ട് എപ്പോഴും തോറ്റുകൊടുക്കേണ്ടി വരും എന്ന് തോന്നിയിട്ട് പെണ്ണവനെ ലേശം പുച്ഛിച്ച് സൈഡിലൂടെ പോകാൻ നോക്കിയതും അവൻ അവിടെ കൈവച്ച് അവളെ തടഞ്ഞു. അത് കണ്ടതും അവൾ ഇടത്തേക്ക് നീങ്ങി.
അവിടെയും അവൻ കൈവച്ചതും ആ കോർണറിൽ അഗ്നിയുടെ ഇരു കൈകൾക്കിടയിലും ഉത്തരം പെട്ടുപോയി. ദേ ഡോക്ടറെ, മര്യാദയ്ക്ക് മുന്നിൽ നിന്ന് മാറുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ വിളിച്ചു കൂവും. നീ കൂവിക്കോ, എനിക്കെന്താ? ഒരു കൂസലുമില്ലാതെ നിൽക്കുന്നവനെ കണ്ട് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞവൾ ഇത് കേട്ടതും അബദ്ധത്തിൽ പെട്ടതുപോലെയായി. എന്തടി, കൂവുന്നില്ലേ? അവൻ ഇത്തിരി കൂടി അടുത്തേക്ക് നീങ്ങി നിന്ന് ചോദിച്ചതും ഉത്തരയുടെ കൈയും കാലും വിറച്ചു. പുലിക്കുട്ടി നിന്ന് വിറയ്ക്കുന്നുണ്ടല്ലോ, എന്തേ, പേടിച്ചു പോയോ? അവളുടെ നെറ്റിയുടെ സൈഡിലേക്ക് വീണ മുടിയിഴകൾ ചൂണ്ടുവിരൽ തുമ്പാലെ ചെവിക്ക് പിന്നിലേക്കാക്കി കൊടുത്തുകൊണ്ട് അവൻ ഒന്ന് കളിയാക്കി ചിരിച്ചതും അവൾ അവനെ തള്ളി മാറ്റി അടുക്കളയിൽ നിന്നും ഇറങ്ങി ഓടി. താമ്പോടോ കുളക്കോഴി ഡോക്ടറെ. ദിവസങ്ങൾ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ മാസങ്ങളായി മുന്നോട്ടു പോയി. ആദ്യത്തെ 3 മാസം ഒരു നിമിഷം പോലും അവളെ വിട്ടു നിൽക്കാത്തവൻ ഈ പോയ 7-8 മാസങ്ങളായിട്ടാണ് ഇടയ്ക്കും പിടയ്ക്കുമെങ്കിലും കമ്പനിയിൽ പോകുന്നത്. അതും അഗ്നിയുടെയും പാർത്ഥന്റെയും നിർബന്ധം കാരണം മാത്രം. വംശിയുടെ ഈ സ്വഭാവം അറിഞ്ഞ് ഇപ്പോൾ അഗ്നിയും ഓഫീസിൽ പാർട്ട് ടൈമായി ചെല്ലാറുണ്ട്. ഉത്തരയ്ക്കും വംശി അവന്റെ കമ്പനിയിൽ തന്നെ ജോലി കൊടുത്തു. പക്ഷെ പെണ്ണ് കൂടുതലും വർക്ക് ഫ്രം ഹോം ആണ്. അതിന്റെ വഴക്ക് മൊത്തവും അഗ്നിയുമായിട്ടാണ്. പക്ഷേ വംശിക്ക് ഓഫീസിൽ വരേണ്ട ദിവസമാണെങ്കിൽ അന്ന് ഇനി എന്ത് തലകുത്തുന്ന പ്രശ്നമുണ്ടായാലും അഗ്നി നിർബന്ധിച്ച് അവക്ക് വർക്ക് ഫ്രം ഹോം കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ പാർത്ഥനും വംശിയും കഴിവതും പോയി തലവെക്കാറില്ല. വല്ലാത്തൊരു വഴക്കാണ് രണ്ടും തമ്മിൽ. ഇന്നും അങ്ങനെ ഒരു ഡീല് കഴിഞ്ഞ് വീട്ടിലെത്തിയതാണ് വംശി. അകത്തേക്ക് കയറി വരുന്നവൻ കാണുന്നത് ഉറക്കം ഉണർന്നു വരുന്നവളെയാണ്. അവന്റെ മുഖം വിടർന്നു. കയ്യിലുള്ള ഫോൺ സൈലന്റ് ആക്കി സൈഡിലേക്ക് വെച്ച് അവൾ പുതച്ചിരുന്ന പുതപ്പും മാറ്റി അവൻ അടുത്തേക്ക് ചെന്നിരുന്നു. അവൾക്ക് ഗുളികകൾ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇരിക്കുന്നിരിപ്പിലാണ് മയങ്ങിപ്പോകുന്നത്. ആ ഒരു മുഷിവിൽ കണ്ണു തുറന്നവൾ കാണുന്നത് തന്നെ നോക്കി സൈഡിൽ ചാരിയിരിക്കുന്നവനെയാണ്. അവൾ പെട്ടെന്ന് മിഴികൾ മാറ്റി. വീട്ടിൽ വന്നതിന് ശേഷവും ഹോസ്പിറ്റലിൽ വെച്ചുമൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന കാഴ്ചയാണിത്. അടുത്താരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നൊരു നോട്ടവുമില്ല ആൾക്ക്. മിക്കപ്പോഴും പിടഞ്ഞുകൊണ്ട് താൻ കണ്ണു മാറ്റിയാലും ആ നോട്ടം തന്റെ നേരെ തന്നെ ആയിരിക്കും. പക്ഷേ ഇപ്പോഴും അവന്റെ നോട്ടത്തിൽ പിടയുന്നൊരു പഴയ ധാത്രി അവൾക്കുള്ളിലുണ്ട്. അവൾ പുറത്തേക്ക് വന്നിട്ട് ഇപ്പൊ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതേസമയം പ്രതീക്ഷിച്ച പോലെ അവൾ വെപ്രാളപ്പെട്ടുകൊണ്ട് കണ്ണു മാറ്റുന്ന കാണുന്ന തിരക്കിലായിരുന്നു വംശി. പെണ്ണ് ആദ്യം ബോധത്തിലേക്ക് വന്ന അന്നു മുതൽ താൻ ഇങ്ങനെ തന്നെയാണ്. പക്ഷെ ആദ്യമൊക്കെ ആശാട്ടി കണ്ണു മാറ്റിയിരുന്നെങ്കിലും ഈ ഒരു പിടച്ചിലില്ലായിരുന്നു. അത് കണ്ടു തുടങ്ങിയത് 7-മത്തെയോ 8-മത്തെയോ കൗൺസിലിങ്ങിന് ശേഷമാണ്. അന്ന് അവക്ക് മാത്രമായിരുന്നില്ല, തനിക്കുമുണ്ടായിരുന്നു സെഷൻ. കാരണം വേറൊന്നുമല്ല, പെണ്ണിനെ അടുത്തറിഞ്ഞ ഡോക്ടർക്ക് അവളുടെ മരുന്ന് താനാണെന്ന് തോന്നിപ്പോലും. അവളുടെ വയ്യാഴികയെ പറ്റിയുള്ള അറിവിൽ നിൽക്കുമ്പോൾ പോലും അതൊരു സന്തോഷം തന്നെയായിരുന്നു അവന്. അവളുടെ സങ്കടവും ദുഃഖവും ഇഷ്ടവും പ്രണയവും വേദനയും എല്ലാം താൻ മാത്രമാണെന്നുള്ള അറിവിൽ നിന്നുണ്ടായ ചെറുതല്ലാത്ത അഹങ്കാരം അവനെ പിന്നെയും പഴയ ആ വംശിയാക്കി. ഇതിനിടയിൽ എപ്പോഴോ തന്നോട് കാര്യം പറയുന്ന ഡോക്ടർക്ക് തോന്നിയിരുന്നു തന്റെ ആങ്കർ ഇഷ്യൂസ്. ഡോക്ടർ അതിനും കൂടി കൗൺസിലിംഗ് തുടങ്ങാം എന്ന് പറഞ്ഞതും താൻ വളരെ വിദഗ്ധമായിട്ടാണ് ഒഴിഞ്ഞു മാറിയത്. പക്ഷേ ഇപ്പൊ അവൾക്ക് വേണ്ടിയാണ് എന്ന പേരിൽ തന്നോട് സംസാരിക്കുന്ന ഡോക്ടറിന്റെ മെയിൻ മോട്ടീവ് തന്നെ തന്റെ ഉള്ളിലെ വാശിക്കാരനെ അടക്കുകയാണെന്നറിഞ്ഞിട്ടും അവൻ ഇരുന്നു കൊടുക്കുന്നത് അതിനിടയിലും മാഡം പറയുന്ന പലതും തന്റെ പെണ്ണിനെ കുറിച്ചുള്ളത് കൊണ്ട് മാത്രമായിരുന്നു. ഈ ഒരു മ്യൂച്വൽ കൗൺസിലിംഗിന്റെ ബുദ്ധി മിക്കവാറും അഗ്നിയുടെ ആകും. കാരണം പാർത്ഥൻ ഇത്രയും ക്രൂക്കഡായി ചിന്തിക്കില്ല. അവൾക്കറിയാം അവളുടെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെയും തനിക്കറിയാമെന്ന്. ഒരു പക്ഷേ ഡോക്ടറുമായിട്ടുള്ള സംസാരത്തിൽ നിന്ന് മനസ്സിലായതാവും. പക്ഷെ അതിനെപ്പറ്റി ഒരു തവണ പോലും തങ്ങൾ തമ്മിൽ തുറന്നൊരു സംസാരം ഉണ്ടായിട്ടില്ല. അതെന്തോ താൻ ആഗ്രഹിക്കുന്നുമില്ല. ഇത്രയും ദിവസം തന്നോടൊരു വികാരവും കാണിക്കാതെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകണം എന്നുള്ള ചിന്തയായിരുന്നു അവളിൽ കൂടുതലും. അതിനുവേണ്ടി നടത്തിയ വഴക്കും വാശിയും സങ്കടമൊന്നും ചെറുതല്ല. അവസാനം അവളുടെ കയ്യിലേക്ക് ഒരു കത്തി കൊടുത്ത് തന്റെ നെഞ്ചിൽ അത് താഴ്ത്തിക്കൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. അന്ന് പാവം തന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞൊരു കരച്ചിലുണ്ട്. അതോർക്കുമ്പോൾ ഇന്നും തന്റെ രക്തം തിളയ്ക്കും. തന്റെ പെണ്ണിനെ കരയിച്ച എല്ലാവർക്കും എല്ലാത്തിനും താൻ ഒരു സമയം കണ്ടുവച്ചിട്ടുണ്ട്. ഓർക്കപ്പുറത്ത് കിട്ടുന്ന ആ അടിയിൽ അവരുടെ അടിവേര് വരെ തകരണം. അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് താൻ. ഓർമ്മയിൽ ഓടിയെത്തിയ ചിലതൊക്കെ വേഗത്തിൽ ചിന്തിച്ചുകൊണ്ട് അവൻ പെണ്ണിനെ നോക്കുമ്പോൾ കള്ളി ഇങ്ങോട്ടല്ലെന്നുള്ള രീതിയിൽ തന്നെ തന്നെ നോക്കുകയാണ്. ദേഷ്യം കൊണ്ട് നിറഞ്ഞു നിന്ന അവന്റെ മുഖം പെട്ടെന്നാണ് മാറിയത്. എന്തൊരു ചൂടാണ് അല്ലേ ധാത്രി? അവളോട് ചോദിച്ചുകൊണ്ട് തന്നെ ബട്ടൺസ് അഴിച്ചു മാറ്റുന്നതിനെ കണ്ടതും
പെണ്ണിന്റെ കണ്ണുകൾ പിടയ്ക്കാൻ തുടങ്ങി. ആ പിടപ്പ് നല്ലോണം ആസ്വദിച്ചുകൊണ്ട് ചുണ്ടിലെ കള്ളച്ചിരി അവളിൽ നിന്നും മറയ്ക്കാതെ അവൻ ആ ഷർട്ട് സൈഡിൽ ഇട്ടുകൊണ്ട് അവളെ പുതുപ്പിനുള്ളിലേക്ക് കയറിയതും പെണ്ണ് ചാടി എഴുന്നേറ്റ് നേരെയിരുന്നു. "പിച്ചേണ്ണ എന്തായി കാണിക്കുന്നേ?" "അത് പിന്നെ ചൂടെടുത്തപ്പോൾ പുതച്ചതല്ലേ." "ചൂടെടുക്കുന്നൊരു പുതയ്ക്കാണോ ചെയ്യാ?" ചോദിച്ചുകൊണ്ടുള്ള അവളുടെ ചോദ്യം അവനിൽ നിറച്ച സന്തോഷം ചെറുതൊന്നുമായിരുന്നില്ല. നാളുകൾക്കിപ്പുറമാണ് പെണ്ണിന്റെ ഈ ചൊടിയും വെപ്രാളവും ഒക്കെ ഇങ്ങനെ ഇത്രയും അടുത്ത്. അത്രയും സ്നേഹത്തോടെ തന്നെ നോക്കുന്നവനെ കണ്ടവൾ പിന്നെയും പതറി. "ചൂടെടുക്കുന്നവരപ്പൊ പുതയ്ക്കില്ലേ ധാത്രി?" കുറുമ്പോടെ ചോദിച്ചുകൊണ്ട് അവൻ പിന്നെയും അവൾക്കടുത്തേക്ക് ചെന്നതും പെണ്ണ് കട്ടിൽ നിന്നും ചാടി ഇറങ്ങി. "എവിടെ പോകുക?" അവൾ വേഗത്തിൽ ഇറങ്ങാൻ പോകെ ഓടാൻ നോക്കുന്നത് കണ്ട് എത്തിപ്പിടിച്ച് ആ കൈയിലേക്ക് വിരൽത്തുമ്പ് ചേർക്കുന്നതിന് മുന്നേ അവൾ പിന്നെയും പിറകിലേക്ക് മാറിയിരുന്നു. "എനിക്ക് ബാത്റൂമിൽ പോണം." അവനെ ഒന്ന് നോക്കുപോലും ചെയ്യാതെ അവൾ ഓടിപ്പോയി ബാത്റൂമിലേക്ക് കയറി. വംശിയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. ഇവിടെ വന്നതിന് ശേഷം അന്നു മുതൽ ഈ മുറിയിലാണ്. അവളുടെ വയ്യാഴികയിലൊക്കെ അവളെ ഒരു കിളിക്കുഞ്ഞിനെ പോലെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുമ്പോഴും തന്റെ സ്പർശനത്തിൽ അവൾ ഭയക്കുമെന്ന് കണ്ടിട്ടാണ് പിന്നെ അതിന് മുതിരാതിരുന്നത്. അന്ന് ഡോക്ടറും അങ്ങനെ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ വിലക്കിയിരുന്നു. ഒരു പുരുഷന്റെ സാമീപ്യം അവളിലുണ്ടാക്കുന്ന ഭയത്തെപ്പറ്റി പറഞ്ഞു തന്നു. പക്ഷേ അവൾക്ക് താൻ വെറുമൊരു പുരുഷനാണോ? ആ ഒരു ചോദ്യം ഉള്ളിൽ കടന്നു മതിക്കുമ്പോഴും അവളുടെ അവസ്ഥയറിഞ്ഞ് ഡോക്ടർ പറയുന്ന പോലെ നിന്നു താൻ. ആ സമയത്തൊക്കെ ഉത്തരയായിരുന്നു അവൾക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തിരുന്നത്. പോകെ 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 മനഃപൂർവ്വം താൻ തന്നെ ഓരോന്നും ചെയ്തു കൊടുത്തു തുടങ്ങി. പക്ഷെ അപ്പോഴും തന്റെ സ്പർശം കൊണ്ട് അവൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടിൽ അവന് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ പിന്നെ അവളെ സങ്കടപ്പെടുത്താതിരിക്കാൻ അവൻ കഴിവതും അവളെ തൊടാതെ തന്നെയാണ് അവളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു ചെയ്തു കൊടുത്തത്. അതിപ്പോ മെഡിസിൻ കൊടുക്കാനായാലും ഇടുന്ന ഡ്രസ്സ് പുറത്തു വെക്കുന്നതാണെങ്കിലും ആഹാരം കൊടുക്കുന്നതാണെങ്കിലും ഒക്കെയല്ല. പക്ഷെ ഈ അടുത്തായി ചെറുതായി കാണുന്ന മാറ്റമുണ്ട്. അറിയാതെ ഒന്ന് തൊട്ടാൽ പോലും ഞെട്ടിയിരുന്നവൾ ഇപ്പൊ പഴയ പോലെ മുഖമൊന്നും അങ്ങനെ മാറ്റുന്നില്ല. അതാണ് ഇത്രയും സ്വാതന്ത്ര്യമെടുക്കാൻ തുടങ്ങിയത് തന്നെ. ഡോക്ടറും പറഞ്ഞു മെല്ലെ മെല്ലെ ആണെങ്കിലും പഴയ ജീവിതത്തിലേക്ക് ചെറുതായി ഒന്ന് പോകാൻ ശ്രമിക്കാൻ. കഴിഞ്ഞ ദിവസം അവൾ വീഴാൻ പോയപ്പോൾ ചേർത്ത് പിടിച്ചു നിർത്തുന്ന നേരത്തവൾ തന്നെ തള്ളി മാറ്റാത്തതിന്റെ സന്തോഷത്തിലാണ് ഇന്നിപ്പോൾ ഈ കാണിക്കുന്ന കുസൃതികളൊക്കെ. പക്ഷെ പിന്നെയും വംശിയുടെ കണ്ണു നിറഞ്ഞു. ഒപ്പം ആരോടൊക്കെയുള്ള പകയ്ക്ക് പിന്നെയും ആക്കം കൂടി. അപ്പോ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എന്റെ കൂട്ടുകാർ കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദി.